നമുക്കിന്ന് പൊറോട്ട ഉണ്ടാക്കിയാലോ? എന്നും കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാറല്ലേ പതിവ്. വീട്ടിൽ ചിക്കനോ മട്ടനോ ബീഫോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓടി ചെന്ന് കടയിൽ നിന്ന് പോയി വാങ്ങും. പക്ഷേ ഇന്ന് ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ 2 കപ്പ് മൈദ, 2 കപ്പ് ചോറ്, ഒരു മുട്ട, കുറച്ച് പാല്, പഞ്ചസാര, ഉപ്പ് ആവശ്യത്തിന് എടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. എങ്ങനെ ആവും എന്തോ നോക്കാം. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ട് നമ്മൾ ചെറിയ ജാറുണ്ടല്ലോ, അതിൽ എണ്ണ പരട്ടിയിട്ട് കുറേശ്ശെയായിട്ട് നമ്മൾ അടിച്ചെടുക്കണം. എന്നാലാണ് മിക്സിയിൽ നിന്ന് വിട്ട് പോരുള്ളൂ കേട്ടോ. ഞാനെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. നമ്മൾ പഞ്ചസാര ഒക്കെ ഇടുന്നത് എന്തിനാണെന്നറിയോ? പൊറോട്ടയുടെ ആ മുകളിൽ വരുന്ന ചുവപ്പുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതാണ് ഞാൻ പഞ്ചസാര ഇടുന്നത്. എണ്ണ തടവി മിക്സിയിൽ ഞാൻ കുറേശ്ശെയായിട്ട് അരച്ചെടുത്തു. ഒരു കാര്യം പറയാം കേട്ടോ, എൻ്റെ പൊന്നെ, കുഴയിലാണ് പൊറോട്ടയുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. നമ്മുടെ എല്ലാ ബലം വെച്ചിട്ട് അങ്ങോട്ട് കുഴയ്ക്കുക. ആരോടും ദേഷ്യമുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചിട്ട് കുഴയ്ക്കുക. അപ്പോൾ നല്ല മയത്തിൽ അങ്ങോട്ട് കുഴച്ചെടുക്കുക. മാവിനെ നല്ല സോഫ്റ്റായി കിട്ടുന്നത് വരെ. കുഴ ശരിയല്ലെങ്കിൽ പൊറോട്ട ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതേ കണ്ട, നന്നായി കുഴച്ചെടുക്കണം. എന്നിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പൊറോട്ട അടിക്കണം നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ പൊറോട്ട എടുക്കുമ്പോൾ ഉരുളകൾ എടുക്കുന്നത് നമ്മൾ കൈ തള്ളവിരലിൻ്റെയും ചൂണ്ടാണി വിരലിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ എടുക്കണം. അപ്പോൾ നല്ല കറക്റ്റ് ആ ബോളായിട്ട് കിട്ടും. ഇങ്ങനെ വലിച്ചെടുക്കാതെ അങ്ങനെ ചെയ്തോളൂ. എന്നിട്ട് വീശി അടിക്കാൻ നമുക്കറിയില്ല. അപ്പം ഞാൻ പരത്തിയിട്ട് എന്ത് ചെയ്തു, ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ചുരുട്ടി നീളത്തിലാക്കിയിട്ട് മടക്കി പൊറോട്ടയുടെ രൂപത്തിലാക്കി കിട്ടാനായിട്ട് അങ്ങനെയാണ് പരത്തിയെടുത്തേട്ടാ. എന്നിട്ട് ഞാൻ ഓരോന്നോരോന്നായി ചുട്ടെടുത്തിട്ട് ഇങ്ങനെ പൊറോട്ട എല്ലാം കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിങ്ങോട്ട് ഞെക്കില്ലേ, സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാനത് ഓരോന്നോരോന്ന് ചുട്ടെടുത്തിട്ട് നമ്മുടെ ആ കാസറോളിൽ ഇടുമ്പോൾ തന്നെ ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ കൈയോട് പിടിച്ച് ഞരടി നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇടായിരുന്നു. നല്ല രസമായിട്ടായിരുന്നു കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോറ് കൂട്ടിയത് കൊണ്ടാണ്. മൈദ തന്നെയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ അത് റബ്ബർ പോലെയാവും. പക്ഷേ ഇത് ചോറ് കൂട്ടിയ കാരണം കുറച്ച് നേരം ഇരുന്നാലും നല്ല സോഫ്റ്റായിരുന്നു. എന്നിട്ട് ഞാൻ മട്ടൻ കറി ഉണ്ടാക്കിയപ്പോൾ തുടങ്ങിയതാണ് എൻ്റെ ഉള്ളിൽ പൊറോട്ട ഉണ്ടാക്കണം. അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കി നോക്കി, വിജയിച്ചു മക്കളെ. സൂപ്പർ പൊറോട്ട ആയിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പറായിരുന്നു കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. ഓക്കെ, ബായ്.